മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സാമ്പത്തികമായ നേട്ടം കാണുന്നു. അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാനം തീർച്ചയായിട്ടും ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അത് യാത്രയിലെ മുടക്കമോ അല്ലെങ്കിൽ നേരത്തെ ആസൂത്രണം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റമോ ഒക്കെ വേണ്ടി വന്നേക്കാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് ഇവരുടെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള ചില ശാരീരിക അവശതകളോ അല്ലെങ്കിൽ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് മക്കൾക്കോ ചെറുമക്കൾക്കോ ഉള്ള ചില തടസ്സങ്ങളോ ഒക്കെ ഇവരെ ബാധിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യക്കേടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ ചെറിയ ചില മാറ്റങ്ങളോ ചെറിയ തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയിലെ 3 ദിവസം പ്രത്യേകിച്ചും ചൊവ്വ, ബുധൻ, വ്യാഴം ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളുടെ ജോലി രംഗത്ത് അവർക്ക് വളരെ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. അധിക ചെലവ് കഴിഞ്ഞിട്ട് തങ്ങളുടെ ബാങ്കിലോ അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപത്തിലോ ഒക്കെ കാര്യമായിട്ട് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് ചൊവ്വ, ബുധൻ, വ്യാഴം. ചിലപ്പോൾ ക്രെഡിറ്റിൻ്റെ ഒരു സംഖ്യ വളരെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ആനുകാലികമായി കിട്ടുന്ന ചില ജോലികൾ അല്ലെങ്കിൽ ചില സൈഡ് ബിസിനസ്സിൽ നിന്നൊക്കെ ആദായം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ചിലവ് വർദ്ധിച്ചിരിക്കും ആദ്യത്തെ 2 ആഴ്ച നിശ്ചയമായിട്ടും. പക്ഷേ അതിനുശേഷം സാമ്പത്തിക നേട്ടവും അത് കരുതി വയ്ക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വിഷയം തൊണ്ട, മൂക്ക് ഭാഗത്തൊക്കെ ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അലർജി അസുഖമാണ്. അത്തരം ദിവസങ്ങളിൽ വർത്തമാനം പറയുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അസാധ്യമായി വരുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജലവുമായി ബന്ധപ്പെട്ടുള്ള ദോഷമാണ്. ജലജന്യ രോഗങ്ങൾ എന്ന് പറയപ്പെടുന്ന അവസ്ഥയാണ് കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകം നല്ല ശുചിയാക്കിയ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനും മറ്റുപയോഗത്തിനുമായിട്ട് ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു.